കൊച്ചി തീരത്ത് MSC എൽസ-3 കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അപര്യാപ്തമെന്ന് പരാതി. പാരിസ്ഥിതിക നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കേസിൽ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ആലപ്പുഴ പുറക്കാട് സ്വദേശി പ്രവീൺ DGPക്കും ADGPക്കും പരാതി നൽകി. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അഭിനന്ദ്, ഈ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഒരുപക്ഷെ കപ്പൽ ഉടമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക ഈടാക്കാൻ നമുക്ക് സംസ്ഥാനത്തിന് കഴിയുന്നത് പാരിസ്ഥിതിക ആഘാതം ചൂണ്ടിക്കാട്ടി പരാതിപ്പെടുമ്പോൾ മാത്രമാണ്. അതിനാണ് നിയമപരമായി പോലും വലിയ സാധുതകളുള്ളതെന്ന് നിയമജ്ഞർ പറയുന്നു. ആ ഘട്ടത്തിൽ ഈ വളരെ ലളിതമായ വകുപ്പുകൾ ചുമത്തിയാണോ ഈ കേസ് എടുത്തിരിക്കുന്നത്? എന്താണ് ഇതിൽ പ്രവീൺ DGPക്കും ADGPക്കും നൽകിയ പരാതിയിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കൊച്ചി തീരത്ത് MSC എൽസ-3 കപ്പൽ മുങ്ങിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്തത്. CPM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ഷാംജിയുടെ പരാതിയിലാണ് ഇത്തരത്തിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്പലപ്പുഴ പുറക്കാട് സ്വദേശിയും ഒപ്പം തന്നെ ധീവര ട്രസ്റ്റിന്റെ മുൻ ചെയർമാനും ഉപദേശക സമിതി അംഗവുമായിട്ടുള്ള പ്രവീൺ പുറക്കാട് ഇത്തരത്തിലേക്ക് ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ADGPക്കും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്രകാരമാണ് പരാതിയിൽ പറഞ്ഞത്. 1986 പാരിസ്ഥിതിക സംരക്ഷണ നിയമപ്രകാരം ഒപ്പം തന്നെ കടലിന്റെ ആവാസ വ്യവസ്ഥയെ അടക്കം ബാധിക്കുന്ന നിയമം ഉണ്ടായിട്ടും അത്തരത്തിലേക്കുള്ള നിയമം പഠിക്കാതെ ദുർബല വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി പോലീസിലേക്ക് ഇപ്പോൾ DGP ഈ പരാതി കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവീൺ പുറക്കാടിനെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ഈ പരാതിയിൽ ഉന്നയിച്ചത്? കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കടക്കം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്ന ഒരു ദുരന്തമായിരുന്നു യഥാർത്ഥത്തിൽ MSC എൽസ-3 കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവം. ഇത് വലിയ രീതിയിൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. ഒപ്പം തന്നെ തീരദേശവാസികൾക്കടക്കം വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവരുടെ ജീവിതം പോലും വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇത്തരത്തിലേക്ക് ഒരു ആഭ്യന്തര വകുപ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന ചോദ്യമാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.